ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1973 പുറത്തിറങ്ങിയ ഡോൺ ലുക്ക് നൗ എന്ന മിസ്റ്ററി മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കുട്ടി മരിക്കുന്നു. തുടർന്ന് ആ കുട്ടിയുടെ മരണം താങ്ങാൻ വയ്യാത്തത് കൊണ്ട് അച്ഛനമ്മമാർ വേറൊരു നാട്ടിലേക്ക് താമസം മാറുന്നു. അവിടെ വെച്ച് പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് കരുതിയ അവർക്കിടയിലേക്ക് ആരും നേരിട്ടറിഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത ചില കാര്യങ്ങൾ കടന്നു വരുന്നു. എന്താ സംഭവം, അതവരെ എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുമെന്ന് നമുക്ക് നോക്കാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ക്രിസ്റ്റീൻ എന്ന പെൺകുട്ടിയും അവളുടെ ബ്രദറായ ജോണിയുമാണ് കാണിക്കുന്നത്. അവർ അവരുടെ വീടിന്റെ പുറത്ത് നിന്ന് കളിക്കുകയായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്റ്റീന്റെ ബോള് അവിടെ അടുത്തുള്ള ഒരു കുളത്തിൽ വീഴുന്നു. ശേഷം അവൾ അത് എടുക്കാൻ പോവുകയാണ്. അതേസമയം ഒരു ഭാഗത്ത് കഥാനായകനും കഥാനായികയുമായ ജോണിനെയും ലോറയുമാണ് കാണിക്കുന്നത്. ഇവരുടെ മക്കളാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ജോണിയും ക്രിസ്റ്റീനും. ജോൺ ഒരു ആർക്കിടെക്ചർ റീസ്റ്റോറർ ആണ്. ഈ പഴയ പള്ളികളും ബിൽഡിംഗ്സും ഒക്കെ റീസ്റ്റോർ ചെയ്യുക, പ്രത്യേകിച്ച് ഡാമേജ് ആയിട്ടുള്ള മൊസൈക്ക് ആർട്ട് വർക്ക്സ് ഒക്കെ റിപ്പയർ ചെയ്യൽ, ഇതാണ് ഇവന്റെ മെയിൻ ജോലി. ഈ മൊസൈക്ക് ആർട്ട് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ചെറിയ ചെറിയ ഈ കളേർഡ് ആയിട്ടുള്ള സ്റ്റോണും പിന്നെ ഈ ഗ്ലാസ് പീസ് ഒക്കെ വെച്ചുകൊണ്ടുണ്ടാക്കുന്ന ആർട്ട് പിക്ചേഴ്സ് ആണ്. ലോറ വർക്കൊന്നും ചെയ്യുന്നില്ല, അവൾ ഹൗസ് വൈഫാണ്. അതേസമയം ഇവിടെ നേരത്തെ ബോൾ എടുക്കാൻ നോക്കിയ ക്രിസ്റ്റീൻ ആ കുളത്തിൽ വീണ് മുങ്ങുന്നു. അതേസമയം വീടിനകത്തുണ്ടായ ജോണിനെ എങ്ങനെയാണെന്നറിയില്ല എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തോന്നൽ വരാൻ തുടങ്ങുന്നു. അവനൊന്നും നോക്കാതെ വീടിന്റെ പുറത്ത് ഇറങ്ങുമ്പോൾ കാണുന്നത് തന്റെ മകൾ മരിച്ച നിലയിൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതാണ്. ഒരച്ഛന് താങ്ങാവുന്നതിനും അപ്പുറമുള്ള കാഴ്ചയായിരുന്നു അത്. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, അവൻ ആകെ തകർന്നു പോവുകയാണ്. ജീവച്ഛവമായ തന്റെ മകളെയും കയ്യിലെടുത്ത് അവൻ അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ്. ആ ഹൃദയം നിറഞ്ഞ കാഴ്ച ഇവിടെ ലോറയും കാണുകയാണ്. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ജോണും ലോറയും ഇപ്പോ ജോണിന്റെ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി വെനീസിൽ വന്നിട്ടാണുള്ളത്. ക്രിസ്റ്റീന്റെ മരണത്തിന് ശേഷം ഒരു മാറ്റത്തിന് വേണ്ടി ജോണിപ്പോ അവിടുത്തെ ചർച്ചിലെ മൊസൈക്ക് ആർട്ട് വർക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തിട്ടാണുള്ളത്. ജോണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ അവൻ ഇംഗ്ലണ്ടിലെ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുകയാണ്. അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ജോണും ലോറയും റെസ്റ്റോറന്റിൽ പോകുന്നതാണ്. ആ സമയം ലോറ എന്തോ എഴുതുന്നത് കണ്ട് ജോൺ, നീ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ അവൾ, ഇത് ജോണിക്കുള്ള കത്താണ്, അവൻ അവിടെ സുഖാണോ എന്നൊക്കെ അറിയാൻ. അല്ല, നിന്റെ ചർച്ചിലെ വർക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നു. അതൊന്നും പറയണ്ട, ആ ചർച്ചിലെ ആർട്ട് വർക്ക് ഒന്നും ഒറിജിനൽ അല്ല. മുമ്പുണ്ടായ ഒറിജിനൽ ഡാമേജ് ആയപ്പോൾ ഏതോ ഒരുത്തം വന്ന് ഡ്യൂപ്ലിക്കേറ്റ് വെച്ചാണ് പിന്നീട് അത് ഉണ്ടാക്കിയത്. ഇനി എന്തായാലും ഒറിജിനൽ ഉണ്ടാക്കാൻ നല്ല പൈസ വേണം. അതെന്തായാലും ചർച്ചിന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ റീസ്റ്റോർ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ആ ചർച്ച അങ്ങ് നശിച്ചു പോകുമെന്ന് ജോൺ പറയുന്നു. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് രണ്ട് സ്ത്രീകൾ ഇവരുടെ തൊട്ടപ്പുറത്തുള്ള ടേബിളിൽ നിന്ന് ഇവരെ തന്നെ നോക്കി എന്തൊക്കെയോ പിറുപിറുക്കുന്നത് ജോണിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ചേട്ടാ, ഇവരെന്താ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ എന്ന് ജോൺ ചിന്തിക്കുകയാണ്. ആ സമയത്ത് പുറത്തുള്ള കാറ്റ് കാരണം ആ റെസ്റ്റോറന്റിലെ ഡോർ ഓപ്പൺ ആകുന്നു. ആ കാറ്റ് കാരണം ജോണിനെയും ലോറയും നോക്കിക്കൊണ്ടിരുന്ന ആ സ്ത്രീകളിൽ ഒരാളായ വിൻഡി എന്ന സ്ത്രീയുടെ കണ്ണിൽ പൊടി കയറുകയാണ്. അത് കാരണം അവർ രണ്ടുപേരും റെസ്റ്റ് റൂമിൽ പോയിട്ട് വിൻഡിയുടെ കണ്ണ് തുടക്കാൻ അവിടുന്ന് എഴുന്നേൽക്കുന്നു. കണ്ണിൽ പൊടിയായി ശരിക്കും കാണാത്തത് കൊണ്ട് തന്നെ പോകുന്ന വഴി വിൻഡി ലോറയുടെ ദേഹത്തൊന്ന് തട്ടുന്നു. അതിനപ്പം തന്നെ അവർ സോറിയും പറയുന്നുണ്ട്. അത് കണ്ട് ജോൺ ലോറയോട്, അവരുടെ കണ്ണിനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ആണോ, എങ്കിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ലോറ അവരുടെ പിറകെ റെസ്റ്റ് റൂമിൽ പോവുകയാണ്. ലോറയെ കണ്ട വിൻഡി, ഞങ്ങൾ നിങ്ങളെ നേരത്തെ നോക്കിക്കൊണ്ടിരുന്നതിൽ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുതേ, ഞങ്ങൾ നാട്ടുമ്പുറത്തുകാരിങ്ങനെയാണ്. ആരെങ്കിലും പുതുതായിട്ട് നാട്ടിൽ വന്നാൽ അവരെ തന്നെ നോക്കി നിൽക്കും, അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുതേ എന്ന് പറയുന്നു. അത് കേട്ട് ലോറ, അതൊന്നും കുഴപ്പമില്ല, അല്ല നിങ്ങൾ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല എന്ന് ലോറ പറയുന്നു. അന്നേരം വിൻഡിയോട്, നിന്റെ കണ്ണിലുള്ള പൊടി ഞാൻ എടുത്തു തരാമെന്ന് കൂടെയുള്ള ആ സ്ത്രീ പറയുന്നു. എടി, നിന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല എന്ന് വിൻഡി പറയുകയാണ്. വിൻഡി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് ആ സ്ത്രീ വീണ്ടും പറയുകയാണ്. വേണ്ട വേണ്ട വേണ്ട, കുറച്ചു മുമ്പ് പൊടി എടുത്തരാമെന്ന് പറഞ്ഞ് നീ എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കാനാണ് നോക്കിയതെന്ന് വിൻഡി പറയുന്നു. അത് കേട്ട് ലോറ, വെയിറ്റ്, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് അവൾ അത് എടുക്കാൻ പോകുമ്പോഴാണ് വിൻഡി മറ്റേ സ്ത്രീക്ക് കണ്ണ് കാണാത്ത കാര്യം ലോറയോട് പറയുന്നേ. മാത്രമല്ല ഇവർ സിസ്റ്റേഴ്സും കൂടിയാണെന്നും പറയുന്നു. അന്നേരം ആ ബ്ലൈൻഡ് ലേഡി ലോറയോട്, മോളെ, നിനക്ക് മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടല്ലേ, അങ്ങനെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ക്രിസ്റ്റീൻ മരിച്ചിട്ട് ഇപ്പോഴും ഇവൾ ഓക്കെ ആയിട്ടില്ല, പക്ഷേ ഇവർക്ക് എങ്ങനെ തനിക്ക് വിഷമമുള്ള കാര്യം മനസ്സിലായി എന്ന് ഇവൾ ചിന്തിക്കുകയാണ്. മാത്രമല്ല അവർക്ക് കണ്ണും കാണുന്നുമില്ലല്ലോ. അപ്പോഴാണ് വിൻഡി ലോറയോട് തന്റെ സഹോദരി ഒരു സൈക്കിക് ആണെന്നുള്ള കാര്യം പറയുന്നേ. അതായത് ഈ ആത്മാക്കളിയും അങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ മുൻകൂട്ടി ഇവർക്ക് കാണാൻ പറ്റും. അന്നേരം ആ ബ്ലൈൻഡ് ലേഡി ലോറയോട്, നിന്റെ മകൾ ക്രിസ്റ്റീൻ ദാ ഇപ്പൊ കുറച്ചു മുമ്പ് നിങ്ങൾ ഇരുന്ന ടേബിളില്ലേ, അതിന്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അതും ചുവന്ന റെയിൻകോട്ട് ഇട്ട് എന്ന് പറയുന്നു. സത്യത്തിൽ നേരത്തെ ഇവർ ജോണിനെയും ലോറയും നോക്കി ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ കാര്യം പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ ക്രിസ്റ്റീൻ മരിക്കുന്ന സമയത്ത് ചുവന്ന റെയിൻകോട്ടായിരുന്നു ധരിച്ചത്. അതൊക്കെ കേട്ട് താങ്ങാനാവാതെ ലോറ മരവിച്ച പോലെ അവിടെ അങ്ങ് ഇരുന്നു പോകുന്നു.
നിന്റെ ഹസ്ബൻഡിനെ ഞങ്ങൾ വിളിച്ചോണ്ട് വരണോ എന്ന് വിൻഡി ലോറയോട് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട നിങ്ങൾ പൊക്കോ, എനിക്ക് കുറച്ചു നേരത്തെ തനിച്ചിരിക്കണമെന്ന് അവൾ പറയുന്നു. അത് കേട്ട് അവർ അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ലോറ വീണ്ടും ആ ബ്ലൈൻഡ് ലേഡിയോട് ഒരു കൺഫർമേഷന് വേണ്ടി നിങ്ങൾ ശരിക്കും എന്റെ മകളെ തന്നെയായിരുന്നോ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ആ സ്ത്രീ ഉറപ്പിച്ച് പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് റെസ്റ്റ് റൂമിൽ നിന്ന് ജോണിന്റെ അടുത്തേക്ക് പോകുന്ന ലോറ പെട്ടെന്ന് ബോധരഹിതയായി വീഴുന്നതാണ്. കാരണം ആര് കേട്ടാലും ഷോക്കായി പോകുന്ന കാര്യങ്ങളായിരുന്നല്ലോ അവൾ കുറച്ചു മുമ്പ് കേട്ടത്. അവക്കാണെങ്കിൽ അതിൽ നിന്നുള്ള ഞെട്ടൽ ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ല. ഇവക്ക് ഇതെന്തു പറ്റി എന്ന് ഓർത്ത് ജോൺ ലോറയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് കുറച്ച് സമയത്തിന് ശേഷം ബോധം വന്ന അവൾ ക്രിസ്റ്റീൻ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ജോണിനോട് പറയുന്നു. ലോറ, നീ എന്തീ പറയുന്നേ? ക്രിസ്റ്റീൻ മരിച്ചു എന്ന് ജോണും. അതെ, അവൾ മരിച്ചു, പക്ഷേ എന്ന് തുടങ്ങി അവൾ നേരത്തെ റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട ആ 2 സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറയുന്നു. അതൊക്കെ കേട്ട് ജോൺ ഒന്നും വിശ്വസിക്കില്ല. അല്ലെങ്കിൽ തന്നെ എങ്ങനെ വിശ്വസിക്കാനാ? ഏതോ സ്ത്രീകൾ എന്തോ വന്ന് പറഞ്ഞെന്ന് വെച്ച് അത് മൈൻഡിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ലോറ, നിനക്ക് വട്ടായോ എന്ന് ജോൺ തിരിച്ചു ചോദിക്കുമ്പോൾ ഇല്ല ജോൺ, എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഇവൾ വീണ്ടും വീണ്ടും പറയുന്നു. അവിടെ നിന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ഇവർ തിരിച്ച് വീട്ടിലേക്ക് ബോട്ടിലൂടെ പോകുന്ന സമയത്ത് കുറച്ചാളുകൾ അവരോട് നിർത്തി ബോട്ട് നിർത്ത്, കനാലിൽ ഒരു ബോർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അപ്പൊ അതൊരു കൊലപാതകമായിരിക്കും. ആരത് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ അവർ തിരിച്ച് ബോട്ട് എടുത്ത് പോകുന്ന സമയത്ത് ജോൺ വർക്ക് ചെയ്യുന്ന ചർച്ച് കണ്ട് ഇവിടെ വണ്ടി നിർത്ത്, എനിക്കൊന്ന് ചർച്ചിൽ കയറിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ലോറ പറയുന്നു. ശേഷം അവൾ അവിടെ കയറിയിട്ട് ക്രിസ്റ്റീനെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മെഴുകുതിരിയൊക്കെ കത്തിക്കുകയാണ്. ലോറ ഇപ്പൊ പഴയതുപോലെയല്ല. ക്രിസ്റ്റീന്റെ കാര്യം കേട്ടതിന് ശേഷം അവളുടെ മൈൻഡ് കുറച്ചും കൂടി ബെറ്ററായി. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ഇവർ 2 പേരും ആ ചർച്ചിലെ ബിഷപ്പിനെ കാണുന്നു. ബിഷപ്പ് ജോണിനോട് നിന്റെ ചർച്ചിലെ വർക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ശരിക്കും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അല്ല, നിങ്ങളെപ്പോഴാ എന്റെ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നേ എന്ന് ചോദിക്കുമ്പോൾ തേഴ്സ്ഡേ എന്ന് അവർ പറയുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ജോണും ലോറയും ഡിന്നർ കഴിക്കാൻ അടുത്തുള്ള റെസ്റ്റോറന്റിൽ നടന്നു പോകുന്ന സമയത്ത് വെനീസ് ഒരു മെയ്സ് പോലത്തെ സിറ്റി ആയതുകൊണ്ട് തന്നെ അവർക്ക് വഴി തെറ്റുന്നു. ജോൺ ആണെങ്കിൽ അതുവഴി പോകാം, ഇതുവഴി പോകാം, ലെഫ്റ്റിലൂടെ പോകാം, റൈറ്റിലൂടെ പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ അവനും കറക്റ്റ് വഴി മനസ്സിലാകുന്നില്ല. എവിടെയെങ്കിലും പോയാൽ എവിടെയെങ്കിലും എത്താമല്ലോ എന്ന് വിചാരിച്ച് വഴിയും അന്വേഷിച്ചുകൊണ്ട് ലോറ അവിടുന്ന് പോവുകയാണ്. അപ്പൊ ജോണിന് അവിടെയുള്ള ആ ബ്രിഡ്ജും പിന്നെ അതിന്റെ പരിസരവുമെല്ലാം മുമ്പ് എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ട്. അന്നേരം ഒരു ചുവന്ന റെയിൻകോട്ട് ഇട്ട ഒരു ചെറിയ കുട്ടി അതിലൂടെ പോകുന്നത് ദൂരെ നിന്ന് ഇവൻ കാണുന്നുണ്ട്. അപ്പോ ക്രിസ്റ്റീൻ മരിക്കുമ്പോൾ ധരിച്ചതും ഇതേപോലെ ഒരു ചുവന്ന റെയിൻകോട്ട് ആയിരുന്നല്ലോ. ഇനി ക്രിസ്റ്റീൻ എങ്ങാനും ആയിരിക്കുമോ എന്നുള്ള ചിന്തയൊക്കെ ഇവന് വരുന്നുണ്ട്. അതേസമയം ലോറയും ആ കാഴ്ച കാണുന്നുണ്ട്. അവൾ ജോണിനോട് അതാരാ ഇപ്പൊ പോയതെന്ന് ചോദിക്കുന്നു. എന്നാൽ ജോണിനും പ്രത്യേകിച്ച് ഉത്തരമുണ്ടാകില്ല. പിന്നീട് അവർ നടന്ന് വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ചർച്ചിൽ വർക്കിന് പോയ ജോണിനെയും അവന്റെ കൂടെ പോയ ലോറയെയുമാണ് കാണിക്കുന്നത്. അന്നേരം ലോറ ആ ചർച്ചിൽ വെച്ച് അന്ന് കണ്ട ആ 2 സ്ത്രീകളെയും വീണ്ടും കാണാൻ ഇടയാകുന്നു. അവരെ കണ്ട ലോറ അവരോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് തന്റെ ഹസ്ബൻഡ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ആ ബ്ലൈൻഡ് ലേഡി ക്രിസ്റ്റീൻ എങ്ങനെയാ മരിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഞാനും ജോണും ലഞ്ചൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ജോണിന് എന്തോ അരുതാത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തോന്നിയിട്ട് വീടിന്റെ അടുത്തുള്ള കുളത്തിന്റെ അടുത്തേക്ക് പോയപ്പോഴായിരുന്നു ക്രിസ്റ്റീനെ ആ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് ലോറ പറയുന്നു. അത് കേട്ട് ജോണിന് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ട്. ക്രിസ്റ്റീൻ അതുകൊണ്ട് അവനുമായിട്ട് എന്തോ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. അവൾക്ക് എന്തോ അവനോട് സംസാരിക്കാനുണ്ട്. ജോണിന്റെ ഈ ഒരു കഴിവ് ചില നേരത്ത് അനുഗ്രഹവും എന്നാൽ ചില നേരത്ത് അതൊരു ശാപവുമാണെന്ന് ആ ബ്ലൈൻഡ് ലേഡി പറയുന്നു. അതൊക്കെ കേട്ട് ക്രിസ്റ്റീനോട് സംസാരിക്കാൻ വേണ്ടി എന്നുള്ള നിലയിൽ അവൾ ആ സ്ത്രീയോട് നിങ്ങൾക്ക് മരിച്ച ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇതുപോലെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ മരിച്ച ആളുകളെ നമ്മളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഉറപ്പ് തരുന്നില്ല. എന്നാലും ക്രിസ്റ്റീനുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കട്ടെ. അങ്ങനെ അതിനുവേണ്ടി ലോറ അവർ ഇപ്പം നിൽക്കുന്ന ഹോട്ടലിൽ പോകാമെന്ന് തീരുമാനിക്കുന്നു. അതിനു മുമ്പ് ജോണിനോട് ഈ കാര്യം പറയണമല്ലോ. അങ്ങനെ ലോറ ജോണിനോട് ചർച്ചിൽ വെച്ച് ആ സ്ത്രീകളെ കണ്ട കാര്യങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളും നിന്നെയും അവർക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നാൽ ജോണിന് ആ ടോപ്പിക്ക് കൊണ്ടുവരുന്നത് തന്നെ ഇഷ്ടമല്ല. എടി, നിന്റെ ആ സ്ത്രീകളുടെ പ്രേതകഥയിൽ ചുമ്മാ എന്നെയും കൂടി വലിച്ചിഴക്കരുതെന്ന് അവൻ അവളോട് പറയുന്നു. ജോൺ ക്രിസ്റ്റീൻ മരിച്ചതിന് ശേഷം ഞാൻ എങ്ങനെയോ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കുകയായിരുന്നു. ആ 2 സ്ത്രീകൾ ക്രിസ്റ്റീൻ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴായിരുന്നു എനിക്ക് അതിൽ നിന്ന് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയത്. അവർ ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണ്. കൂടാതെ ക്രിസ്റ്റീനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അവർ പറഞ്ഞതെല്ലാം അവൾ ഇവിടെ പറയുന്നു.
അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ആ സ്ത്രീകളെ കാണാൻ വേണ്ടി പോകുന്ന ലോറയാണ്. ശേഷം ക്രിസ്റ്റീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആ ബ്ലൈൻഡ് ലേഡി ശ്രമിക്കുകയാണ്. അപ്പോൾ ജോണിന് എന്തോ ഒരു അപകടം വരാനിരിക്കുന്നുണ്ട് എന്ന് ക്രിസ്റ്റീന് പറയാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാകും ആ സ്ത്രീ ലോറയോട് പറയുന്നേ. അത് കേട്ട് ലോറയൊന്നും പതറുന്നുണ്ട്. അവിടുന്ന് കേട്ടായിട്ട് ശേഷം ലോറ ജോണിനോട് അവന്റെ ജീവിതം വെനിസിൽ നിൽക്കുന്നിടത്തോളം കാലം അപകടമാണെന്ന് ആ സ്ത്രീ പറഞ്ഞതും അതുകൊണ്ട് ഇവിടം വിട്ട് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകാമെന്നൊക്കെ പറയുന്നു. ലോറ ആ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതും ജോണിന് ദേഷ്യം വരാൻ തുടങ്ങുന്നു. ലോറ, ക്രിസ്റ്റീൻ മരിച്ചു. അവൾ ഒരിക്കലും ആ ശവക്കല്ലറയും പിളർന്ന് ഇതുപോലെ സംസാരിക്കാൻ വേണ്ടി വരില്ല. നീ ചുമ്മാ വട്ട് പറയല്ല എന്ന് ജോണും. ഓ, അപ്പൊ നീ എനിക്ക് വട്ടാണെന്നാണോ കരുതുന്നേ? ആ രണ്ട് സ്ത്രീകളുടെ വാക്കുകൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നേ എന്നാണോ നീ ചിന്തിക്കുന്നേ? നീ ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്ക്. എങ്കിൽ പോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം. നീ 2 ആഴ്ചത്തേക്ക് മാത്രമായിട്ട് ലീവ് എടുക്ക്, എന്നിട്ട് നമുക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകാമെന്ന് അവള് പറയുന്നു. അങ്ങനെ ജോൺ 2 ആഴ്ചത്തേക്ക് മാത്രമായിട്ട് ലീവ് എടുത്ത് ഇംഗ്ലണ്ടിൽ വരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ അന്ന് രാത്രി ജോണിയുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന്റെ കോള് വരുന്നു. ഫയർ ഡ്രിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ജോണിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ഇപ്പോ ഹോസ്പിറ്റലിലാണുള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണെന്ന് അയാൾ പറയുന്നു. അത് കേട്ട് ലോറ എന്തായാലും ജോണിയെ കാണാൻ പോകാമെന്നുള്ള തീരുമാനത്തിൽ എത്തുന്നു. ജോണിന് അവിടെ വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവൻ പോകത്തില്ല. പോകുന്നതിന് മുമ്പ് ലോറ ജോണിനോട് ഞാൻ ഇന്നലെ 2 ആഴ്ചത്തേക്ക് ഇംഗ്ലണ്ടിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ ലീവിന്റെ കാര്യം ചർച്ചിലെ ബിഷപ്പിനോട് പറയണമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ പിറ്റേ ദിവസം ജോൺ ചർച്ചിൽ പോയിട്ട് സ്കഫോൾഡിങ്ങിൽ കയറിയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പൊ അത് പഴയ വുഡൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങ് പൊട്ടുകയാണ്. ജോൺ ഓൾമോസ്റ്റ് വീഴാൻ പോകുന്നുണ്ട്. പക്ഷെ അവൻ വീഴത്തില്ല. പകരം അവൻ എങ്ങനെയോ ഒരു വിധം അവിടെയുള്ള കയറിൽ പിടിച്ചങ്ങ് തൂങ്ങുന്നു. അവിടെയുള്ള മറ്റുള്ള വർക്കേഴ്സ് എല്ലാം കൂടി അവൻ തൂങ്ങി പിടിച്ച കയർ പിടിച്ചങ്ങ് വലിച്ച് അവനെ അങ്ങ് രക്ഷിക്കുന്നു. ശരിക്കും അവൻ അന്ന് എന്തേലും പറ്റേണ്ടതായിരുന്നു. പക്ഷെ സംഭവം അവൻ രക്ഷപ്പെട്ടു. ശേഷം ആ സംഭവം നടന്നത് കൊണ്ട് തന്നെ ജോൺ ബിഷപ്പിനോട് ശരിക്കും എന്റെ ഭാര്യ എന്നോട് എനിക്കെന്തോ അപകടം വരാനിരിക്കാൻ പോകുന്നു എന്ന് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പ്രവചനങ്ങളിൽ ഞാനും വിശ്വസിക്കുന്നുണ്ടെന്ന് ബിഷപ്പും പറയുന്നു. അന്നേരം അവിടെ കനാലിന്റെ അടുത്തായിട്ട് പോലീസുകാർ വട്ടം കൂടി ഇരിക്കുന്നതായിട്ട് ഇവർ കാണുകയാണ്. എന്താ പറ്റിയതെന്ന് ബിഷപ്പ് പോലീസുകാരോട് ചോദിക്കുമ്പോൾ വീണ്ടും ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അപ്പൊ കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീയാണ്. അവരുടെ ബോഡി വെള്ളത്തിൽ നിന്ന് എടുക്കുന്നത് കണ്ട് ജോണിനെ ക്രിസ്റ്റീന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട്. അവൻ എന്തൊക്കെയോ വല്ലാതെ ആകുന്നുണ്ട്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ജോൺ ഇങ്ങനെ പോകുന്ന സമയത്ത് ലോറിയും മറ്റാ 2 സ്ത്രീകളും ബോട്ടിലൂടെ ഒരു ഡെഡ് ബോഡിയുമായിട്ട് പോകുന്നത് ജോൺ കാണാനിടയാകുന്നു. അല്ല, ജോണിയെ കാണാൻ പോയ ഇവളെങ്ങനെ ഇവിടെ വന്നെന്ന് ജോണിന് മനസ്സിലാകില്ല. ശേഷം അവൻ ഓടിപ്പോയി ലോറി അവിടുന്ന് വിളിക്കുന്നു. എന്നാൽ അവൾ അത് കേൾക്കില്ല. അങ്ങനെ ജോൺ ലോറയും ജോണും താമസിക്കുന്ന ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ മാനേജറോട് എന്റെ ഭാര്യ ഇവിടെ വന്നായിരുന്നു എന്ന് ചോദിക്കുന്നു. മാഡം ഇന്ന് രാവിലെയല്ലേ ഇംഗ്ലണ്ടിൽ പോയത്? അല്ല, ഞാൻ അവളെ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ ഇങ്ങോട്ടെങ്ങാനും വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ജോൺ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അയാൾ പറയുന്നു. ബട്ട് എന്നാലും ഇവളിതെവിടെ പോയി? ശേഷം ജോൺ ആ സ്ത്രീകൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകുന്നു. എന്നാൽ ആ ഹോട്ടലിൽ ആരെയും കാണില്ല. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ തന്റെ ഭാര്യയുടെ ഒരു ഫോട്ടോയും മറ്റ് 2 സ്ത്രീകളുടെ സ്കെച്ചും എടുത്ത് ജോൺ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. എന്നിട്ട് ലോറ ആ 2 സ്ത്രീകളെ പരിചയപ്പെട്ടതും അതിലെ ഒരു സ്ത്രീ തന്റെ മരിച്ചുപോയ മകളെ കണ്ടു എന്ന് പറഞ്ഞതും അതിനുശേഷം തന്റെ ഭാര്യയുടെ മാറ്റങ്ങളെ പറ്റിയൊക്കെ പറയുന്നു. നിങ്ങളുടെ വൈഫുമായിട്ട് വഴക്കിടാറുണ്ടോ? ഞാൻ എങ്ങനെയും അവളെ അവരിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ പേരിൽ വഴക്കിട്ടിട്ടുണ്ട്. കൂടാതെ സ്കൂളിൽ വെച്ച് തന്റെ മകന് ആക്സിഡന്റ് പറ്റിയതും എന്നിട്ട് ഇന്ന് രാവിലെ തന്റെ ഭാര്യ ഇംഗ്ലണ്ടിലേക്ക് തന്റെ മകനെ കാണാൻ പോയതും പക്ഷെ അവൾ പോയിട്ടും അവളെ വീണ്ടും ഇവിടെ വെച്ച് ആ 2 സ്ത്രീകളുടെ കൂടെ കണ്ട കാര്യങ്ങളും ഒക്കെ പറയുന്നു. അല്ല, നിങ്ങളുടെ ഭാര്യ ഈ നാട്ടിലുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഞാൻ ആ സ്ത്രീകളോട് സംസാരിക്കാൻ വേണ്ടി അവരുടെ ആ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആരും കണ്ടില്ല. ഒരു കാര്യം ചെയ്, നിങ്ങൾ ഒന്നും കൂടി ആ ഹോട്ടലിൽ പോയി അവരെ ഒന്ന് അന്വേഷിക്കുമെന്ന് ആ പോലീസ് പറയുന്നു. അങ്ങനെ ജോൺ അവിടേക്ക് പോകുന്നു. ജോൺ പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര വിശ്വാസം വരാത്തത് കൊണ്ട് തന്നെ അയാൾ ജോണിനെ പിന്തുടരാൻ വേണ്ടി വേറൊരു പോലീസിനെ പറഞ്ഞയക്കുന്നു. പിന്നീട് ജോൺ വീണ്ടും ആ സ്ത്രീകൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്തുന്നു. എന്നിട്ട് അവിടെയുള്ള 2 സ്ത്രീകളോട് അവരെ പറ്റി അന്വേഷിക്കുന്നു. അപ്പൊ ഇവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞതൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവനാണെങ്കിലോ ഇവരുടെ ലാംഗ്വേജും അറിയില്ല. അവസാനം ഇവൻ ടു ലേഡീസ് 2 സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവസാനം ഇവർക്ക് ഇവനിത് ആരെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുകയാണ്. ഓ, അവരിന്ന് രാവിലെ ഈ ഹോട്ടൽ വിട്ടുപോയല്ലോ. ഒരു യങ് ലേഡിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഇവർ പറയുന്നു. അപ്പൊ ആ വന്ന യങ് ലേഡി ലോറയാണെന്ന് ജോണിന് മനസ്സിലാവുകയാണ്. അപ്പോഴേക്കും ജോണിനെ ഒബ്സർവ് ചെയ്യാൻ അയച്ച ആ പോലീസ് അവിടെ എത്തുന്നു. അയാളോട് ആ സ്ത്രീകൾ ഈ ഹോട്ടൽ വിട്ടു പോയെന്ന് ജോൺ പറയുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ജോണിയുടെ സ്കൂളിലേക്ക് ജോൺ വിളിക്കുന്നു.
അപ്പൊ അവിടുത്തെ ടീച്ചർ, അല്ല നിങ്ങൾ ഇത് എവിടെയായിരുന്നു, ഞാൻ എത്ര നിങ്ങളെ വിളിക്കാൻ ട്രൈ ചെയ്തു, ജോണി ഇപ്പൊ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനോട് സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞ് അവർ ലോറയ്ക്ക് ഫോൺ കൊടുക്കുന്നു. ഇത് കേട്ട് ജോൺ അങ്ങ് ഞെട്ടിത്തെറിക്കുന്നു. കാരണം കുറച്ചു മുമ്പല്ലേ ഇവൻ ഈ നാട്ടിൽ വെച്ച് തന്നെ ലോറയെ കൺമുമ്പിൽ വെച്ച് കണ്ടത്. അപ്പൊ ഇവളെങ്ങനെ ഇംഗ്ലണ്ടിൽ ജോണിയുടെ സ്കൂളിൽ എത്തിയെന്ന് ഇവന് മനസ്സിലാകില്ല. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? ഇവന് വട്ടായതാണോ അതോ ഇവളെ തന്നെയല്ലേ കുറച്ചു മുമ്പ് കണ്ടത് എന്നൊക്കെ ഇവൻ ചിന്തിക്കുകയാണ്. ജോൺ, ഞാൻ ഇന്ന് 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും, അവിടെ എത്താൻ ഏകദേശം 11 മണിയാകും, ഡിന്നർ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് ലോറ പറയുന്നു. ജോണിനാണെങ്കിൽ കിളിക്കൂട് വരെ പോയ അവസ്ഥയായിരിക്കും. അപ്പോഴേക്കും ജോൺ കംപ്ലൈന്റ് കൊടുത്തത് കൊണ്ട് തന്നെ ആ കണ്ണ് കാണാത്ത സ്ത്രീയെ പോലീസുകാർ അങ്ങ് അറസ്റ്റ് ചെയ്യുകയാണ്. ശേഷം ജോൺ വിവരം അറിഞ്ഞ് ആ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോ ഇവരെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ, ലോറക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അവൾ ഇപ്പോഴും ഇംഗ്ലണ്ടിൽ തന്നെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് ജോൺ ആ സ്ത്രീയോട് പറയുന്നു. അന്നേരം ആ സ്ത്രീ, എന്റെ സിസ്റ്റർ വിൻഡി, അവളെവിടെ പോയി എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അത് കേട്ട് ജോൺ, നിങ്ങളുടെ സിസ്റ്റർ ഇപ്പം ബ്രിട്ടീഷ് കോൺസുലേറ്റിൽ നിങ്ങളിങ്ങനെ പിടിച്ചു വെച്ചത് കൊണ്ട് ഹെൽപ്പ് ചോദിക്കാൻ പോയിട്ടാണുള്ളത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ കൊണ്ടുചെന്നാക്കാമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നു. വേറൊരു ഭാഗത്ത് ലോറ അപ്പോഴേക്കും വെനീസിൽ എത്തുകയാണ്. അപ്പോൾ ഇവൾ വരുന്ന ബോട്ട് ഇവർ സ്ഥിരം പോകുന്ന വഴിയിലൂടെ അല്ലാതെ വേറെ വഴിയിലൂടെ പോകുന്നതായിട്ട് ഇവൾ ശ്രദ്ധിക്കുകയാണ്. സോ അവൾ ബോട്ട്മാനോട്, അല്ല നിങ്ങൾക്ക് വഴി തെറ്റി, ഇതേത് വഴിയായി പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലില്ല വഴിയൊന്നും മാറിയിട്ടില്ല, എന്നോട് പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ കൊണ്ടുവരാനാ സാർ പറഞ്ഞിട്ടുള്ളത് എന്ന് ജോണിനെ ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ പറയുന്നു. ഇതൊക്കെ കേട്ട ലോറയ്ക്ക് വല്ലാത്ത കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇതെന്താ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ? മറുഭാഗത്ത് ആ ബ്ലൈൻഡ് ലേഡി ജോണിനോട്, ഞങ്ങൾ ശരിക്കും ആ പഴയ ഹോട്ടലിൽ നിന്ന് മാറിയതിന്റെ റീസൺ വിൻഡി പറഞ്ഞു ആ ഹോട്ടലിൽ കള്ളന്മാരുണ്ടെന്ന്, മാത്രമല്ല ആ ഹോട്ടൽ അത്ര വൃത്തിയും പോരാ. ശേഷം ഇവർ ആ ഹോട്ടലിൽ എത്തുന്നു. അപ്പോഴേക്കും വിൻഡിയും അവിടെ എത്തിയിട്ടുണ്ട്. വിൻഡി തന്റെ സിസ്റ്ററിനോട്, ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ അവിടെ എത്തിയപ്പോൾ അവർ എന്നോട് പറഞ്ഞത് നീ ഇവിടെ ജോണിന്റെ കൂടെ വന്നു എന്ന് പറയുന്നു. എന്നിട്ട് വിൻഡി ജോണിനോട്, അല്ല ലോറയെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് അവൻ പറയുന്നു. മറ്റൊരു ഭാഗത്ത് സ്റ്റേഷനിൽ എത്തിയ ലോറ അവിടുത്തെ പോലീസ് വഴി കാര്യങ്ങളൊക്കെ അറിയുകയാണ്. ഇവിടെ ജോൺ ഇവരോട്, എന്നാ ശരി ഞാൻ പോവുകയാണ്, ലോറയുടെ ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ആയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് ഇറങ്ങുന്നു. ഇവിടെ ജോൺ ഇറങ്ങിയതിനു ശേഷം ആ ബ്ലൈൻഡ് ലേഡി എന്താണെന്ന് അറിയില്ല എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ വിൻഡിയോട് ജോണിനെ പോകാൻ വിടരുത്, അവനെ തിരിച്ച് വിളിക്കെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. ശേഷം വിൻഡി വേഗം തന്നെ ജോണിനെയും വിളിച്ച് പുറത്തിറങ്ങി നോക്കുന്നു. അപ്പോഴേക്കും ജോൺ അവിടുന്ന് പോയിട്ടുണ്ടാകും. ആ സമയം അപ്പോഴേക്കും ലോറ ജോണിനെ അന്വേഷിച്ച് അവിടെ എത്തുകയാണ്. അപ്പൊ ആ ബ്ലൈൻഡ് ലേഡി അവളോട്, വേഗം പോയി ജോണിനെ കണ്ടുപിടിക്കാൻ നോക്ക്, ഞാൻ ഓൾറെഡി നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ ഇവിടം വിട്ടു പോകാൻ, ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ജോണിന് അപകടമാണെന്ന്, ചെന്ന് വേഗം അവനെ കണ്ടുപിടിക്കാൻ നോക്കെന്ന് പറയുന്നു. ലോറക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് കൈയും കാലും വിറക്കുകയാണ്. ശേഷം ലോറ ജോണിനെ അന്വേഷിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുന്നു. ഒരു ഭാഗത്ത് ജോൺ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുമ്പ് കണ്ട ആ ചുവന്ന റെയിൻകോട്ട് ധരിച്ച കുട്ടി ആ കനാലിന്റെ അടുത്തൂടെ പോകുന്നത് ഇവൻ കാണുകയാണ്. മുഖമാണെങ്കിൽ വ്യക്തവുമല്ല. ഇവൻ അത് കണ്ട് ക്രിസ്റ്റീനെ ഓർമ്മ വരികയാണ്. അല്ല, ഈ കുട്ടി രാത്രി ഇതെവിടേക്കാ പോകുന്നേ എന്ന് വിചാരിച്ച് അവൻ അതിന്റെ പിറകെ അതിനെയും വിളിച്ചു പോവുകയാണ്. എന്നാൽ ആ കൊച്ചാകട്ടെ ഇവൻ പറയുന്നതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ അവിടുന്ന് ഓടിപ്പോവുകയാണ്. ജോൺ ആണെങ്കിലോ, ഒന്ന് നിന്നേ, എങ്ങോട്ടേ പോകുന്നേ എന്ന് പറഞ്ഞ് അതിന്റെ പിന്തുടർന്ന് പോകുന്നു. അവസാനം ഒരാളൊഴിഞ്ഞ പഴയ ബിൽഡിങ്ങിന്റെ അടുത്ത് എത്തിയപ്പോൾ ആ കുട്ടി തിരിഞ്ഞു നോക്കുന്നു. അപ്പൊ അതൊരു കുട്ടിയായിരുന്നില്ല, ഈ നാട്ടിൽ അടിക്കടി കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നില്ലേ, അവരെല്ലാവരെയും കൊന്ന കില്ലറായിരുന്നു അത്. ആളൊരു ഡോഫാണ്. പിന്നെ മുഖവും വ്യക്തമല്ലാത്തത് കൊണ്ട് ജോൺ അത് ഒരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചു. ആ കില്ലർ പിന്നെ ഒന്നും നോക്കില്ല, പെട്ടെന്ന് അയാളുടെ കയ്യിലുള്ള കത്തി എടുത്ത് ജോണിന്റെ കഴുത്തിൽ കുത്തി അങ്ങ് കൊല്ലുന്നു. അവിടുന്ന് കേട്ടിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ജോണിന്റെ ഫ്യൂണറൽ ആണ്. ജോണിന്റെ ബോഡിയും കൊണ്ട് ലോറയും ആ 2 സ്ത്രീകളും പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാകുന്നേ, അന്ന് ജോണ് ലോറയെ ആ സ്ത്രീകളുടെ കൂടെ ബോട്ടിൽ ഒരു ബോഡിയുമായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് ശരിക്കും ജോണിന്റെ ഡെഡ് ബോഡി ആയിരുന്നു. അന്ന് ലോറയോട് ആ ബ്ലൈൻഡ് ലേഡി ജോണിന് വരാൻ പോകുന്ന ആപത്ത് മുൻകൂട്ടി കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ജോൺ അവന് ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളായിരുന്നു മുൻകൂട്ടി അന്ന് കണ്ടത്. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു മൂവിയായിട്ട് ഞാൻ വരാം.